നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ലോകമറിയുന്ന മഹദിയ ഈജിപ്തിൽ പോകുമ്പോൾ കാണണം, പടച്ചോനെ ഇവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വല്ലാത്ത ഖബറ, ഈജിപ്തിൽ പോകുമ്പോൾ കാണാൻ പടച്ചോനെ മനോഹരമായ ഒരു ഖബർ, പൂക്കൾ കൊണ്ടിങ്ങനെ നിറച്ചിരിക്കുക. ഈജിപ്തിൽ പോകുമ്പോൾ കാണും ഫുള്ള് പൂവാ, മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മരിക്കുമ്പോൾ ഖുർആൻ ഓതിയിട്ടാ മരിച്ച. അള്ളാഹിനോട് പറഞ്ഞു, എനിക്ക് 2 ആഗ്രഹമുണ്ട് പടച്ചോനെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സാധാരണ ഒരാളല്ല, സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ച മഹദിയ. നമ്മൾ ഖബർ കുഴിച്ചതിനെ കുറിച്ചൊക്കെ പറയാതിരിക്കണം നല്ലത്, അള്ളാഹു കാക്കുമാറാകട്ടെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ചു വീടിന്റെ അകത്ത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രഭാഷണം ഇങ്ങനെ കേൾക്കുകയാ. ഒരു മഹാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുന്ന സമയത്ത് ഖുർആനിലെ ഒരു സൂറത്ത് ഓതി, അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ സൂറത്ത് അങ്ങോട്ട് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോൾ നഫീസത്തുൽ മിസ്രിയ ബോധം കെട്ട് താഴെ വീണു. എല്ലാവരും പഴുത് കഴിഞ്ഞു പോയി, ഈ ചങ്ങാതി അവിടെ കിടക്ക. അവസാനം ബോധം വന്നു, എഴുന്നേറ്റ് വീട്ടിലേക്ക് ഓടിച്ചെന്നു. അന്നുവരെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് മാറ്റിയിട്ട് ഖബർ കുടിച്ചു. ആരും അറിഞ്ഞില്ല. രാവിലെ മുഴുവനും നോമ്പ്, രാത്രിയിൽ ഖബർ കുഴിക്കൽ. സ്വന്തം വീടിന്റെ അകത്ത് ഖബർ കുഴിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്ന നഫീസത്തുൽ മിസ്രിയുടെ കണ്ണീർ നിന്ന് വീണ കണ്ണീര് കൊണ്ട് ഖബർ പോലും നനഞ്ഞുപോയെന്ന അങ്ങനെ നിലവിളിച്ചോണ്ടാ കുഴിച്ചേ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം വീടിന്റെ അകത്ത് കരഞ്ഞുകൊണ്ട്, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ സീരിയൽ കണ്ടിട്ട് കരയാ, നമ്മുടെ ഭാര്യമാരെ നമ്മുടെ പെമ്മക്കളും സീരിയൽ കണ്ട് കരയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം വീടിന്റെ അകത്ത് കരഞ്ഞ് 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 ഖബർ കുടിച്ചു. ഖബറിന്റെ പണി പൂർത്തിയായപ്പോൾ ഓടിപ്പോയി ഒതുവെടുത്തിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനും എടുത്ത് ഖബറിൻ്റെ അകത്തിറങ്ങി. ഖബർ ഉദ്ഘാടനം ചെയ്തത് ഖബറിൻ്റെ അകത്ത് നിന്ന് നിസ്കരിച്ചു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറിൻ്റെ അകത്തിരുന്ന് നിസ്കരിച്ചു. എന്നിട്ട് ഖബറിൻ്റെ അകത്തിരുന്ന ചരിത്രം പറയുന്നു, 6000 ഖത്തം കണ്ട 3000 6000 ഖത്തം ഖബറിൻ്റെ അകത്തിരുന്ന് ഓതിയുന്ന മഹദി. അവസാനം നോമ്പ, എല്ലാ ദിവസവും നോമ്പ്, ഉറക്കമില്ല. സുന്ദരിയായ മിസ്രിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എന്തൊരു ഗ്ലാമർ എന്നറിയോ. വെളുത്തു ചുമന്ന് തുടുത്തിരുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ എല്ലും തോലുമായി, കണ്ണും മുഖമെല്ലാം കറുത്തുപോയി, തൊലി മുഴുവനും കറുത്തു. കുടുംബക്കാർ വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കണേ? മരിച്ചു പോകും നഫീസ, നീ എന്തിനാ ഉറക്കമൊഴിയണേ? നിന്റെ സൗന്ദര്യം മുഴുവനും പോയല്ലോ. അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് 2 ആഗ്രഹമേ ഉള്ളേ. ഈ സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ചു, ഇതിനകത്തിരുന്ന് നിസ്കരിച്ചു, ഖുർആൻ ഓതി അള്ളാഹിനോട് ചോദിക്കുന്നത് 2 കാര്യം. 1, മരിക്കുമ്പോൾ നോമ്പുകാരിയായി മരിക്കണം. 2, ഖുർആൻ ഓതിയിട്ട് മരിക്കണം. ഒരു പെണ്ണിന്റെ 30 കൊല്ലം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ച് ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ 4000-ഓളം ഖത്തമോദി ആ മഹദിയാണ് അല്ലാഹുവോട് ദുആ ചെയ്യുന്നത്. മരിക്കുമ്പോ എന്നെ നോമ്പുകാരിയാക്കി മരിപ്പിക്കണം തമ്പുരാനെ. അതുമാത്രമല്ല, എനിക്ക് ഖുർആൻ ഓതി മരിക്കണം അല്ലാ. വന്നവർ മുഴുവനും നിറകണ്ണുകളോടെ ഇറങ്ങി പോവുകയാണ്. അവസാനം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയമുള്ളവരെ, മരണമെടുത്തു വന്നു. മരണമെടുത്തു എന്ന് മനസ്സിലായപ്പോ അവിടുന്ന് പടച്ചവനെ നല്ലതുപോലെ കുളിച്ചു, ഉളുവെടുത്തു, കഫൻ തുണിയെടുത്തു. എന്നിട്ട് ഖബറിന്റെ ചാരത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. താൻ കുടിച്ച ഖബറിന്റെ ചാരത്ത് വന്നിട്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തലയുടെ ഭാഗത്ത് കഫൻ തുണി വെച്ചു. എന്നിട്ട് നഫീസ കടക്കുകയാ. നഫീസത്ത് മാല വായിക്കുന്നവർക്കറിയാ, നഫീസത്ത്
മുത്തുമാല വായിച്ചുള്ളവർക്കറിയാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹു മരിക്കുമ്പോ നോമ്പുകാരിയാ 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് ചോദിച്ചു വാങ്ങിയതാ അവിടുന്ന് മരിക്കുന്ന ദിവസം നോമ്പുകാരിയായിരുന്നു എടാ ചെറുപ്പക്കാരാ പ്രണയ ദിനത്തിൽ പ്രണയ ജോഡിയുമായി കറങ്ങുന്നവരെ ഗിഫ്റ്റ് വാങ്ങി വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരാ പ്രണയിക്കേണ്ടത് ആരെയെന്നറിയുമോ അല്ലാഹനെ പ്രണയിക്കടാ അല്ലാഹുവിന്റെ ഖുർആനിനെ പ്രണയിക്കൂ അല്ലാഹുവിന്റെ മുത്തുനബിയെ പ്രണയിക്കൂ അല്ലാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇസ്ലാമിൽ ഇല്ലെന്നല്ല അല്ലാഹ്ക്ക് വേണ്ടി അർശിന്റെ താഴെ അല്ലാഹ് സ്ഥാനം കൊടുക്കുമെന്ന് മുത്തുനബി എണ്ണി പറഞ്ഞിട്ടുണ്ട് അതിലെ ഒരു വിഭാഗം ഏതെന്നറിയുമോ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മരിക്കുമ്പോ നോമ്പുകാരിയാ പടച്ചവനെ രണ്ടാമത്തെ മോഹം ഖുർആൻ ഓതി മരിക്കണമെന്നാണ് പടച്ചവന് അസ്റായിൽ റൂഹ് പിടിക്കുകയാണ് മലക്കുകൾ ഇങ്ങനെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്ന് ഓതിയ ഖുർആൻ എടുത്തിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഓതിയ ആയത്ത് ഏതെന്നറിയുമോ ലഹും عند ربهم وهو وليهم بما كانوا يعملون അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ ആയത്തോതിയിട്ടാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടതെന്ന് ചരിത്രം പറയുമ്പോ ഇമാം ശാഫി തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് നഫീസയാ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു ഇമാം അവരുടെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്റെ പ്രിയമുള്ളവരെ മഹാനവറുകളുടെ ഏറ്റവും വലിയ കൂട്ടുകാരി നഫീസയായിരുന്നു പടച്ചവനെ ഒരു പനി പിടിച്ചാ അവിടെന്ന് പറഞ്ഞു വിടുമായിരുന്നു ദുആ ചെയ്യാൻ ഒരു പനി പിടിച്ചാൽ പോലും ശിഷ്യന്മാരെ പറഞ്ഞു വിടും പോയിട്ട് ദുആ ചെയ്യാൻ ഒരിക്കൽ അവസാനം പനി പിടിച്ചിട്ട് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു സമയമായിരുന്നു മരണത്തിന്റെ അടയാളം എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ബന്ധം അതാണ് നല്ല ബന്ധം നമ്മുടെ ബന്ധം മൊബൈൽ എടുത്തു വെച്ച് 10:30 ശേഷം വഅദ് പറയുന്ന ബന്ധം അല്ലാഹു കാക്കുമാറാകട്ടെ നമ്മളങ്ങനല്ലല്ലോ എന്നിട്ട് നമ്മുടെ ബന്ധം ഈ പറഞ്ഞതിനർത്ഥം അപ്പൊ ഉസ്താദ് പെണ്ണുങ്ങളുമായിട്ട് നല്ല ബന്ധം പറ്റാമെന്നുള്ളതിന് മസലയല്ല ചെറുപ്പക്കാർ അങ്ങനെയാണ് കാണും പെണ്ണുങ്ങളുമായിട്ടപ്പോ നല്ല ഇല്ലേ ഞങ്ങള് ബന്ധം എന്ന് പറഞ്ഞാൽ സുബഹിക്ക് വിളിച്ചുണർത്തുന്ന ബന്ധം ഉസ്താദ് അതന്നെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി അവള് രാവിലെ വിളിച്ചുണർത്തും ഇല്ലേ കാമുകി നിസ്കരിക്കട എഴുന്നേറ്റ് സുബഹി നിസ്കരിക്ക് ദിക്ർ പറ ഖുർആൻ ഓത് ഇതൊക്കെ ഇല്ലേ എൻ്റെ പ്രണയപ്പെട്ട സഹോദരങ്ങളെ പ്രണയിക്കണം ഭാര്യമാരെ പ്രണയിക്ക് അതാണ് ഏറ്റവും നല്ല പ്രണയം അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ അള്ളാഹ് അങ്ങനെ ആക്കി തരുമാറാകട്ടെ കണ്ടവന്റെ പെണ്ണുമ്പിള്ളെ പ്രണയിക്കണമെന്നല്ല സ്വന്തം ഭാര്യയെ പ്രണയിക്കണം പ്രേമിക്കണം എപ്പോ വിവാഹം കഴിഞ്ഞെന്നു മുതൽ വിവാഹം കഴിഞ്ഞതിൻ്റെ രാത്രി മുതൽ തൻ്റെ ഭാര്യയെ പ്രണയിക്കണം അവളാണ് നമ്മുടെ പ്രണയ ജോഡി അള്ളാഹു സ്വർഗത്തിലും ഒരുമിച്ചാക്കി തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട അല്ലാതെ വല്ലവൻ്റെ പെണ്ണുമ്പിള്ളയെ പ്രേമിക്കുക വല്ലവൻ്റെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ മോളെ പ്രേമിച്ച് അവസാനം എത്തിയും കാനയിലാകാം പ്രേമിച്ച് കെട്ടിയവന്മാരെല്ലാം കടന്ന് സക്കറാത്തിൻ്റെ അവസ്ഥയിലായി ഇപ്പോൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒരിക്കലും അതുകൊണ്ട് ആരോടെങ്കിലും പോയി ചോദിച്ചാൽ മതി പ്രണയിക്കുന്ന ഓരോ ആണും പെണ്ണും പ്രണയിച്ച് വിവാഹം കഴിച്ചവരോട് പോയി ചോദിക്കണം അള്ളാഹനെ സാക്ഷി നിർത്തിയിട്ട് പറ ജീവിതം എങ്ങനെയുണ്ടെന്ന് അഭിനയം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഒരിക്കലും അതാണ് നിങ്ങൾ ഓരോരുത്തരും പണ്ടൊക്കെ എത്ര തലാക്കുണ്ട് തലാക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴല്ലേ തലാക്കൊക്കെ വന്ന് ഓരോ മനുഷ്യന്മാർ തമ്മിലടി ഭാര്യയും ഭർത്താവും തമ്മിലടിച്ച് കള്ളത്തരങ്ങൾ കാണിച്ച് ചതിയും വഞ്ചനയും കാണിച്ച് അഭിനയിച്ച് അള്ളാഹ് തന്ന ആയുസ് കളഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ ബർക്കത്തിക്കുമാറാകട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ താടി വളർത്തുന്നത് മോനെ അത് അവന് വേണ്ടിയാകരുത് അത് ഏതെങ്കിലും ഒരു സിനിമാ താരത്തിനെ പഠിച്ചുകൊണ്ടാവരുത് മോനെ നിന്റെ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് താടി വളർത്താൻ നീ വളർത്തിക്കോ നല്ല രീതിയിൽ താടി നീ വളർത്ത് നിന്റെ മീശ നീ വെട്ട് മീശ വടിക്കരുത് താടിയും വടിക്കരുത് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നാളെ പരലോകത്ത് വരുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ
അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, എന്നിൽപ്പെട്ടവരല്ല എന്ന് മുത്തുനബി രണ്ടാമതായിട്ട് എണ്ണിപ്പറഞ്ഞ വിഭാഗം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈജിപ്തിലൊക്കെ പോകാൻ പറ്റുന്നവരൊക്കെ പോകണം. ഫലസ്തീനും ഈജിപ്തും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സിയാറത്തുകളൊക്കെ ഇപ്പൊ പല ഗ്രൂപ്പുകളും കൊണ്ടുപോകാറുണ്ട്. പോകുമ്പോൾ പോകണം. അള്ളാഹുവേ, എത്ര പ്രവാചകന്മാരുടെ ഖബർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫലസ്തീൻ ഇസ്രയേലാണ് ഏറ്റവും കൂടുതൽ. ഇസ്രയേലിലൊക്കെ പോകണം. നമുക്കൊന്നും അവിടെ പോകാൻ കഴിയില്ല, പോകണം. അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ എനിക്ക് അല്ലാഹു ഒരു അവസരം നൽകി. അള്ളാഹു ഇനിയും പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളൊക്കെ പോയി പഠിച്ചവന് വലിയ കാര്യമൊന്നുമല്ല. ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു നാടിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് പോയി നോക്കണം. കരയാതെ ഒരു മുസ്ലിമിന് അവിടെ നിന്ന് വരാൻ കഴിയില്ല. ഫലസ്തീൻ എന്ന് പറയുന്ന നാട് പഠിച്ചവന് ഒരു മതിലുകെട്ടിൻ്റെ അകത്തുണ്ട്. ഇതുപോലെ കാണാം. ഈ 4 ഭാഗത്തും ഓരോ മതിലിൻ്റെയൊക്കെ വലിപ്പം കാണണം. കെട്ടിയിട്ടിരിക്കുന്ന ഒരു നാട് 4 ഭാഗത്ത് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോകുന്ന രംഗം ഒന്ന് കാണണം. പഠിച്ചവനെ, അല്ലാഹുവേ, ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോകുന്ന രംഗം നമ്മുടെയൊക്കെ നെഞ്ചു പൊട്ടിപ്പോകും. ഫലസ്തീനിലൊക്കെ പോകുമ്പോൾ 18ഉം 19ഉം വയസ്സുള്ള സുന്ദരികളായ പെൺമക്കൾ വന്നിട്ടിങ്ങനെ യാചിക്കുക, വല്ലതും താന്ന് പറയും. ഇവിടെ കണ്ണ് നിറഞ്ഞു പോകും. അള്ളാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മീശ വടിക്കുക അത് മുസ്ലിമിന് ചേർന്നതല്ല, അത് ജൂതന്മാർ അവരുടെ അടയാളമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്നിൽപ്പെട്ടവരല്ല എന്ന് മുത്തുനബി 3ാമത് എണ്ണി പറഞ്ഞ വിഭാഗം ആരെന്നറിയുമോ? മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലൈസ മിന്നീ, എന്നിൽപ്പെട്ടവനല്ല എന്ന് മുത്തുനബി എണ്ണി പറഞ്ഞ 3ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? മയ്യത്തിനു വേണ്ടി നിലവിളിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ചവനെ, മയ്യത്തിന്റെ പേരിൽ കിടന്ന് നിലവിളിക്കുന്നവരുണ്ടല്ലോ, അട്ടഹസിച്ച് കരയുന്നവരുണ്ടല്ലോ, അവരെന്നിൽപ്പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പടച്ചവനെ, മരിച്ച വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മരണ വീട്ടിൽ കടന്ന് കരയുമല്ലോ. വാപ്പ മരിച്ചാ കരയാത്ത ഏത് മകനാവുള്ളത്? ഉമ്മ മരിച്ചാൽ കരയാത്ത എത്ര മക്കളാവുള്ളത്? ആരായാലും കരഞ്ഞു പോകുമല്ലോ, ആരായാലും കരഞ്ഞു പോകുമല്ലോ. കരയാത്തവൻ മനുഷ്യനല്ലല്ലോ, കരയാത്തവൻ മനുഷ്യനല്ലല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോൻ, ആ മോന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് പള്ളിപ്പറമ്പിലെ ഖബറിൽ ഇറക്കുമ്പോഴാണ് റസൂലുള്ളാഹിയുടെ താടിരോമത്തിലൂടെ കണ്ണുനീരൊഴുകിയത്. മുത്തുനബി കരഞ്ഞു പോയല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പോലും കരഞ്ഞു പോയല്ലോ. അതുകൊണ്ട് മരിച്ച വീട്ടിലിരുന്ന് കരയുന്നവര് എങ്ങനെ കരയുന്നവരെന്നറിയുമോ? അട്ടഹസിച്ച് നിലവിളിക്കുന്നവരുണ്ട്, മുടിയൊക്കെ അടിച്ചിടുന്നവർ, മാറിടത്തിലെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നവർ, ഇതുപോലെ കരയുന്നവർ, ഇതുപോലെ കരയുന്നവർ നമ്മളിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ മരിച്ച വീട്ടിൽ പോയിരുന്ന പണ്ടൊക്കെ ഒരു കരച്ചിലുണ്ട്, ഇങ്ങനെ നിലവിളിക്കുക, മുടിയൊക്കെ അടിച്ചിട്ട്. തമിഴ്നാട്ടിലൊക്കെ പോയാൽ പൈസ കൊടുത്ത ആളെ ഇരുത്തിയിട്ടുണ്ട് കരയാൻ. മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് ഒരു വല്ലാത്ത കരച്ചൽ, വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറുക, പഴയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു കരയുക. അള്ളാഹു കാക്കുമാറാകട്ടെ. സത്യത്തിൽ അങ്ങനെ കരയാൻ പാടില്ല. കരയാൻ പാടുണ്ടോ? കരയണം. സ്നേഹമുണ്ടെങ്കിൽ കരയും. എൻ്റെ അത്ത വരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. ആരായാലും കരയും. സ്നേഹമുള്ളവർ. കരയാത്തവ മനുഷ്യനാണോപ്പാ? ചിലരിങ്ങനെ മുസ്ലിം പിടിച്ചിട്ടിരിക്കുക, ഓൻ്റെ ഉള്ളിൽ സ്നേഹമൊന്നും കാണത്തില്ല. പലരും പടച്ചവനെ, ഞാനിപ്പോൾ നമ്മുടെ അൻസാരിയണ്ണൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ കല്യാണ ദിവസം നമ്മുടെ കല്യാണം നടക്കുമ്പോഴും സഹോദരി തൻ്റെ പിതാവ് മരണപ്പെട്ടു പോയത് പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. അള്ളാഹു ആ പിതാവിൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകും. അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മണ്ണറ അള്ളാഹു മണീറയാക്കി കൊടുക്കുമാറാകട്ടെ. ആ സന്തോഷത്തിലും കണ്ണ് നിറഞ്ഞുപോയി. കാരണം മണാണ് സ്നേഹമത. പ്രത്യേകിച്ച് പെൺമക്കൾക്ക് വാപ്പമാരോട് വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പെൺമക്കൾ. ചില പെണ്ണുങ്ങൾക്ക് പിന്നെ വാപ്പാടെ പേരുമില്ല, കെട്ടിയവനെ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ചിലത്.
ഭർത്താവിനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ച വീട്ടിൽ കരയണ്ട എന്നല്ല, കരയുന്നതിനൊരു ലിമിറ്റുണ്ട്. എത്ര ദിവസം വരെ കരയാം? ദുഃഖാചരണം എത്ര ദിവസം? പറഞ്ഞങ്ങാതി എത്ര ദിവസം? മൂന്നാം പത്തിയോട് കൂടി കഴിഞ്ഞില്ലേ? 3 ദിവസമാണ് ദുഃഖാചരണം. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്ന ചിലരൊക്കെ വലിയ അവസ്ഥകൾ. നമ്മുടെ വടക്കോട്ടൊക്കെ പൊക്കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്ത് നിങ്ങളൊക്കെ മാലിക്കദിനാറിൽ പോയപ്പോൾ കണ്ടെന്ന് പറഞ്ഞാൽ പന്തലിട്ട് വെച്ചിരിക്കുക ഖബറിൻ്റെ മുകളിൽ. രാവും പകലും ഖുർആൻ ഓതും അവിടെ ഇരുന്ന്. ഇവിടെ അങ്ങനെ കാണാറില്ല. വടക്കോട്ടൊക്കെ പൊക്കഴിഞ്ഞാൽ കാണാൻ പഠിച്ചവനെ രാത്രിയൊക്കെ ഇരുന്ന് ഖുർആൻ ഓതും. മാലിക്കദിനാറിൽ നമ്മൾ സിയാറത്ത് പോയത് രാത്രിയില്ലേ, ഏകദേശം 12-1 മണി എങ്ങാണ്ടായി. ഇങ്ങനെ നോക്കുമ്പോൾ 2 വിദ്യാർത്ഥികൾ അവിടെ ഇരിക്കുന്നുണ്ട്. ചോദിച്ചപ്പോൾ എന്തോ ഒരു പേര് പറഞ്ഞു, എനിക്ക് എന്താന്ന് ഓർമ്മയില്ല. പന്തൽ കെട്ടിയിട്ടിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് ഇങ്ങനെ ഖുർആൻ ഓതുകയാ. അല്ലാഹുവേ, ഇതൊരു നല്ല കാര്യം. കാണാം, ഒരു ഹത്തമൊക്കെ ഖബറിന്റെ ചാരത്തിരുന്ന് രാവും പകലും. മക്കളിരിക്കാറില്ല, മക്കളാരും ഇരിക്കാറില്ല. പൈസ കൊടുത്ത് ആളെ നിർത്തിയിട്ട് ഓതും. പണ്ട് ഞാൻ എത്ര കോളേജിൽ പഠിക്കുമ്പോൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വണ്ടി വരും, ഞങ്ങളൊക്കെ പോകും. ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ പണ്ടൊക്കെ, ഇപ്പൊ ഇതൊക്കെ മാറി. പണ്ട് ഏതെങ്കിലും വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ദറസോ മുത്തല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വണ്ടി വരും, വിളിച്ചോണ്ട് പോകും. അല്ലാഹു ആലം, പടച്ചോനെ, മയ്യത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഇരുത്തും. രാത്രിയൊക്കെ ഇരുന്ന് ഉറങ്ങി ഓതുക. മക്കളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാം. വാപ്പാടെ മയ്യത്ത് അവിടെ വെച്ചിട്ട് കുറച്ച് മുത്തലിങ്ങളെ ഇരുത്തിയിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ കാപ്പി കൊണ്ടുതരും. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ മനുഷ്യന്മാരല്ലേ, ഉറങ്ങി വീഴുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ആക്കും, നമ്മളെ വിളിക്കുക. ചില പ്രായമുള്ളവര് നമ്മൾ ഉറങ്ങുമ്പോൾ എന്നാ ഉറങ്ങട്ടേടാ, സ്വന്തം മക്കളപ്പുറത്ത് കിടന്ന് ഉറങ്ങണം, കുഴപ്പമില്ല. മരിച്ചുപോയ വാപ്പാടെ മക്കൾ മുഴുവൻ അപ്പുറത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം, മുത്തല്ലിങ്ങൾ ഇരുന്ന് ഓതുക. നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട്, ഇത് ആർക്കാനുള്ള ബോധന? അവർക്ക് പോലും ഇല്ലാത്ത സ്നേഹം നമുക്ക് ഒന്നാലോചിക്ക്. ഇപ്പം ആ കാലമൊക്കെ ഇപ്പം പിന്നെ അതൊന്നും ഇല്ല, ഇപ്പം ഓതലൊന്നും ഇല്ല, ഇല്ലേ? ഇപ്പം അങ്ങനെ ഉണ്ടാ? മരിച്ച വീട്ടിൽ മക്കൾ തന്നെ ഓതണില്ല, പിന്നല്ലേ മുത്തല്ലിങ്ങൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ കാണാം, മയ്യത്ത് അങ്ങോട്ട് എടുക്കാറാകുമ്പോഴത്തേക്ക് സീ മാറി. മയ്യത്ത് പൊതിഞ്ഞെടുക്കാറായി കഴിയുമ്പോൾ കുടുംബക്കാരൊക്കെ എല്ലാവരും കൂടി എടുക്കാൻ പോട്ടോ, ഒരൊറ്റ വിളിയാ. അപ്പോഴാ സ്നേഹം എവിടുന്ന് വരുന്നെന്നറിയത്തില്ല. സുബ്ഹാനല്ലാഹ്, സ്നേഹം ആ സമയത്തൊരു സ്നേഹം കടന്ന് നിലവിളിക്കുക, അഭിനയിച്ച് കാണിക്കുക, വലിയ സ്നേഹമുണ്ടെന്ന് കാണിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയുള്ള നിലവിളി പെണ്ണുങ്ങളോട് പറയണം. മരിച്ച വീട്ടിൽ പ്രത്യേകിച്ച് മയ്യത്ത് എടുക്കുന്ന സമയത്തുള്ള നിലവിളി അത് ദോഷം ചെയ്യും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണ വീട്ടിൽ കിടന്ന നിലവിളിക്കുന്നവരുണ്ടല്ലോ, മരിച്ച വീട്ടിൽ കിടന്ന് പൊട്ടിക്കരയലുണ്ടല്ലോ, അങ്ങനെ കരയുന്നവർ എന്നിൽപ്പെട്ടവരല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, അടുത്ത വിഭാഗം ആരെന്നറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കൾ കേൾക്കണേ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കേൾക്കണേ. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഒരു വിഭാഗം ആൾക്കാർ എന്നിൽപ്പെട്ടവരല്ല എന്ന് മുത്തുനബി പറയുമ്പോ അവരാരെന്നറിയുമോ? മൻ തശബ്ബഹ ബിർറജുലി മിനൻ നിസാ. പെണ്ണിന്റെ രൂപം കെട്ടുന്ന ആണിന്റെ രൂപം കെട്ടുന്ന പെണ്ണ്, ആണും പെണ്ണും സാദൃശ്യമാകുന്നവരുണ്ടല്ലോ, അവരെന്നിൽപ്പെട്ടവരല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായിട്ടാണ് പറയുന്നത്, ആണിന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണ്, വസ്ത്രം ധരിക്കുന്ന പെണ്ണ്, പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണ്, ആണും പെണ്ണുമായിട്ട് സാദൃശ്യമാകുന്നവർ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോ നിങ്ങൾ ആലോചിക്കുക, ഒരാണും ഒരു പെണ്ണും പോയാൽ ഇതിലെ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ ഒരടയാളവുമില്ല. പുറകിൽ നിന്ന് നോക്കിയ കാരണം, പടച്ചവനെ, പെണ്ണും ആണൊക്കെ ഇട്ടിരിക്കുന്ന വസ്ത്രം ഒന്ന് തന്നെയാണ്. ഈ മുടിയെങ്ങാനും കണ്ടാ അറിയാൻ, മുടിയും പോയി, അതും പറയാൻ പറ്റത്തില്ലല്ലോ. പണ്ട് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അടയാളം മുടിയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ ആമ്പിള്ളാരും മുടിയിടാൻ തുടങ്ങി. എല്ലാണ്ണം വരുന്നുണ്ട്. അടുത്ത ഹദീസ്, അള്ളാഹു കാക്കുമാറാകട്ടെ. മുടി വെട്ടിയിരിക്കണ വാപ്പമാരൊക്കെ ഇന്നുകൊണ്ട് മക്കളെ കൊണ്ടുപോയിട്ട് ഷഹാദത്ത് കലിമ പറയിപ്പിക്കേണ്ട അവസ്ഥയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അടുത്ത വിഭാഗം കേട്ടോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആണിൻ്റെ കോലമല്ലേ ചില ചെറുപ്പക്കാര്, പെണ്ണുങ്ങളല്ലേ ഇപ്പൊ വളയിടുന്നത്? ആണോ?
പെണ്ണുങ്ങൾ വളയിടും, മോതിരവിടും അല്ലേ, ചെയിനിടും അല്ലേ. നമ്മളോ കണ്ടിട്ടുണ്ടാ? എല്ലാ എണ്ണം വളയും മോതിരവും മോതിരമൊക്കെ ഇട്ട കുഴപ്പമൊന്നുമില്ല, ചെയിനൊക്കെ ഇട്ട് നടക്കുക, ചെറുപ്പക്കാർ വളയിടുക. ആണും പെണ്ണും ഒരേപോലെ ജീൻസിന്റെ പാൻറ് തന്നെ ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടുക. ആൺപിള്ളാരും ഇടും, പെണ്ണുങ്ങളും ഇടും. ടീഷർട്ട് അല്ലേ, കണ്ടാ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഉമ്മത്തെത്തിപ്പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ക്ലോസറ്റിലൊക്കെയായി ഇപ്പം പടച്ചോനെ കേക്കിരിക്കുന്നത്. ആലോചിക്ക്, ക്ലോസറ്റ് കേക്കിന്റെ കാലം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉമ്മത്തിന്റെ അവസ്ഥ ചുമ്മാതല്ല കൊറോണ ഒന്നും മാറാത്തത്. ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചിലതിനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ തോന്നുന്നു. എന്തൊരു അഹങ്കാരമാ സമുദായത്തിന്റെ അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കോലം മറിയ ആണും പെണ്ണുമായിട്ട് ഒരിക്കലും ആണ് പെണ്ണിനെ പോലെ ആകാൻ പറ്റുമോ? പെണ്ണ് ആണിനെ പോലെ ആകാൻ പറ്റുമോ? ഒരിക്കലും ആകാൻ പറ്റത്തില്ല. പിന്നെ വസ്ത്രധാരണയിലും കോലത്തിലും അങ്ങനെ ആവാ. ഇപ്പൊ പെൺപിള്ളേരൊക്കെ മുടി വെട്ടിക്കളയുന്നവരുണ്ട്, പല പല മോഡലുകൾ. നമ്മുടെയൊക്കെ മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കെ. വാപ്പായ്ക്ക് തഴമ്പും താടിയൊക്കെ ഉണ്ട്, വലിയ ആൾക്കാരാ. സ്വന്തം പെമ്മക്കളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും വാപ്പമാരൊക്കെ വന്ന് വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങും, പടച്ചവനെ താടിയും ജുബ്ബയും ഒക്കെ ആയിരിക്കും, പുറകിൽ നിറങ്ങുന്നത് കടപ്പുറത്തിറങ്ങുന്ന പോലെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ വലിയ വലിയ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ ഹാജിയാർ വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന രംഗമെന്ന് കാണണം. പടച്ചവനെ സുബ്ഹാനല്ലാഹ്, സെക്രട്ടറിയും പ്രസിഡന്റും കമ്മിറ്റിക്കാരൊക്കെ ആയിരിക്കും, വലിയ അങ്ങോട്ട് ഇരിക്കും, വലിയ ഹാജിയാരെ എന്ന് വിളിക്കണം എല്ലാവരും. സ്വന്തം പെണ്ണുമ്പിള്ളയും മക്കളും പുറകിൽ നിന്ന് ജീൻസിന്റെ പാൻറ്റും ഇറങ്ങിയ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു രംഗം. തലയിലും തുണിയില്ല, വയറും വെളി കാണിച്ചുകൊണ്ട് നടക്കുന്നൊരവസ്ഥ. ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് പറഞ്ഞു. അള്ളാഹുവിൻ്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവർ 3 വിഭാഗം. ഓരോ വാപ്പമാരും കേൾക്കണം, ഓരോ ഭർത്താക്കന്മാരും കേൾക്കണം. അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവർ 3 വിഭാഗം. അവരോട് അള്ളാഹ് സംസാരിക്കാറില്ല, അവരുടെ മുഖത്ത് നോക്കാറില്ല, ഒരു പരിഗണനയും അള്ളാഹു കാണിക്കാറില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കള്ളുകുടിയന്മാരല്ല, വ്യഭിചാരികളല്ല, പലിശ തിന്നുന്നവരല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞത് അവരാരെന്നറിയുമോ? വാപ്പമാരാ. ചില വാപ്പമാരാ. ഏത് വാപ്പമാരെന്നറിയുമോ? മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പമാരാ. അള്ളാന്റെ റസൂലാണ് പറയുന്നത്. നിസ്കരിക്കുന്ന വാപ്പ, ഖുർആൻ ഓതുന്ന വാപ്പ, വഅദ് കേൾക്കുന്ന വാപ്പ, ഏത് നല്ല കാര്യവും ചെയ്യുന്ന വാപ്പ, അള്ളാനെ ഭയന്ന് ജീവിക്കുന്ന സഹോദരാ, നീ അള്ളാഹുവേ നിന്റെ പെമ്മക്കളുണ്ടല്ലോ, നിന്റെ പൊന്നാര മക്കൾ എന്ത് വൃത്തികേട് ചെയ്താൽ നീ തിരുത്താറില്ലല്ലോ, നീ അതിന് കൂട്ടു നിൽക്കുന്നവനാണല്ലോ. നിന്നെ വെറുക്കുകയാ, അല്ല നിന്റെ മുഖത്ത് നോക്കില്ല. പരലോകത്തിലെ നശിച്ചവൻ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, മക്കൾക്ക് കീറിപ്പറഞ്ഞ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന പിതാവേ, ടൈറ്റായ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ഉപ്പ, പടച്ചവനെ എന്തേ നിന്റെ പെമ്മക്കൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാത്തത്? ഫർദ എന്തേ? ആയിഷ ബീബി ധരിച്ചതല്ലോ, ഫാത്തിമ ബീബി ധരിച്ചതല്ലോ, മൈമൂന ധരിച്ചതല്ലോ, നഫീസ ധരിച്ചതല്ലേ, ദിന്നൂരിൽ മിസ്രിയ ധരിച്ചതല്ലേ, എത്രയോ മഹദിമാര് അല്ല ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് ധരിച്ച ഫർദയുണ്ടല്ലോ. എന്തേ നിന്റെ പൊന്നുമക്കൾക്ക് നീ വാങ്ങിക്കൊടുക്കാത്തത്? ഇന്ന് കല്യാണ വീടുകളിൽ പോകുമ്പോ സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ ക്ലാസ് കേൾക്കാൻ വരുമ്പോ മാത്രം ഒരു ഫർദ. പടച്ചവനെ, വഅദിന്റെ സദസ്സിൽ വരുമ്പോ ഫർദ, പക്ഷേ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോ ഈ ഫർദ ഇല്ലല്ലോ. ചുരിദാർ ധരിച്ചുകൊണ്ട്, സാരി ഇട്ടുകൊണ്ട്, പടച്ചവനെ എന്തൊരവസ്ഥ എന്നറിയുമോ? എന്തേ സഹോദരാ, അല്ല നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ആണിന്റെ രൂപം കെട്ടുന്ന പെണ്ണ്, പെണ്ണിന്റെ രൂപം കെട്ടുന്ന ആള്, അവര് എന്റെ വിഭാഗത്തിൽ പെട്ടവരല്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കൂ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കൂ. പടച്ച റബ്ബുണ്ടെന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും കടന്നു വരട്ടെ. കല്യാണ വിധാ നിന്റെ കുടുംബത്തിൽ ഒരു കല്യാണം വന്നാൽ, ഒരു കുടുംബത്തിന്റെ ദീനറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരണം. നമ്മുടെ മനസ്സിലുണ്ട എല്ലാം തകർന്നു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ.
അല്ലാഹു കാക്കുമാറാകട്ടെ. പടച്ചവനെ ഇല്ലേ, പള്ളിയിൽ വരുമ്പോൾ ക്ലാസ് കേൾക്കാൻ വരുമ്പോൾ ഫർദ, എങ്ങനെ അത് എടുത്തുകൊണ്ട് വരുമോ? കഴുകി വെളുപ്പിച്ചിട്ടേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പള്ളിയിൽ വരുമ്പോൾ ഫർദ, വയലിന് വരുമ്പോൾ ഫർദ, ക്ലാസ്സിന് വരുമ്പോൾ ഫർദ. കല്യാണ വീട്ടിൽ പോകുമ്പോൾ എത്ര ഏതുങ്ങളൊക്കെ ആഡിറ്റോറിയത്തിൽ പോകും, എത്ര ഫർദയിട്ട പെണ്ണുങ്ങളെ കാണാം. ഒന്നുമില്ലപ്പ, എല്ലാം അങ്ങിട്ട് സാരിയൊക്കെ ഉടുത്തിയിട്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 ഭാര്യമാരെ ഇഷ്ടമായിരുന്നില്ല. 3 ഭാര്യമാരെ ഇഷ്ടമായിരുന്നില്ല. ഇത് പറയുമ്പോൾ ഇന്ന് വീട്ടിൽ പോയിട്ട് പറയണം കേട്ടാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 1, നേരെ ഇരിക്ക്, ഷോക്ക് വേണ്ട. നേരെ ഇരുന്നില്ല, ഷോക്കണ്ണനൊക്കെ നേരെ ഇരിക്കുക. എല്ലാവരും നേരെ ഇരുന്നല്ലോ, ഇൻഷാ അല്ലാഹ്. 3 ഭാര്യമാരെ പ്രവാചകൻ ഇഷ്ടമായിരുന്നില്ല എന്ന ഒന്നാമത്തെ ഭാര്യ മൈലാഞ്ചി ഇടാത്ത ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തിടാത്ത ഭാര്യ? മൈലാഞ്ചി. നിങ്ങളുടെ പെണ്ണുമ്പിള്ള ഇടാറുണ്ടോ? ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? മൈലാഞ്ചി ഇട്ട് കണ്ടിട്ടുണ്ടോ? കല്യാണത്തിൻ്റെ അന്ന് ഇട്ടതാ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ആരുടെയെങ്കിലും കല്യാണം വരണം, അപ്പം മൈലാഞ്ചി ഇടും. സുറുമ, കണ്ണിൽ സുറുമ തേക്കാത്ത പെണ്ണിനെ, ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഭാര്യ സുറുമയിട്ട് കണ്ടിട്ടുണ്ടോ? മരിക്കണം ഇടണമെങ്കിൽ വല്ലവനും. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നിങ്ങൾ ഹദീസിന്റെ കിതാബ് എടുത്ത് നോക്ക്. ഒരുങ്ങി വരാത്ത ഭാര്യ. നമ്മളൊക്കെ കഷ്ടപ്പെടും, വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ പറയും എനിക്ക് സ്വർണം വേണം, വാങ്ങിച്ചു കൊടുക്കും. ഇല്ലേ? ഭാര്യ പറയുന്നു എനിക്ക് സാരി വേണം, വാങ്ങിച്ചു കൊടുക്കും. അവൾ ചോദിക്കുന്നത് മുഴുവനും നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. എന്നാൽ നീ ഇന്ന് വരെ ഇതിട്ട് നിന്റെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഭാര്യ ചോദിക്കുന്ന സ്വർണം വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സാരി ഉടുത്തണം. അവൾ വെറുതെ ഇടുന്നേ, സാരി ഉടുത്തണോ? ഞാൻ വാങ്ങിത്തരാം, പക്ഷേ എവിടെ ഉടുത്തണം അത് ഞാൻ തീരുമാനിക്കണം. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വർണം കാണിക്കേണ്ടത് ആരെയാ? ഏതെങ്കിലും ഒരു രാത്രി നിന്റെ ആമിന സാരി ഉടുത്തി സ്വർണം ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടോ നിന്റെ കടപ്പറയിൽ? അത് നിനക്കുള്ളതല്ല, നാട്ടുകാർക്കുള്ളതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉള്ളതല്ലേ? നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്ത സ്വർണം, ആ സ്വർണം എൻ്റെ ഭാര്യ ഒരിക്കലെങ്കിലും എൻ്റെ മുന്നിൽ ഇട്ടുകൊണ്ട് വരണ്ടേ? അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കാതെ മൊത്തം. അത് വല്ല കല്യാണ വീട്ടിൽ പോകോ, നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഒരു കൂറ മാക്സി ഇട്ട് കരിയൊക്കെ വെച്ച് തേച്ച് സുഖാണ്. വെളിയിലോട്ട് ഇറങ്ങുമ്പോഴോ കുളിച്ച് ഒരുങ്ങി മനോഹരമായിട്ട് മുല്ലപ്പൂവൊക്കെ ഇട്ട് അവിടെ 3-4 എണ്ണം കയ്യിൽ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക. എവിടെ പോവാ? നാട്ടുകാരനെ കാണിക്കാൻ, സ്വന്തം ഭർത്താവിനെ കാണിക്കാൻ. സ്വന്തം ചങ്ങാതി, നിന്റെ മുന്നിൽ വരുമ്പോഴാണ് നിന്റെ ഭാര്യ ഒരുങ്ങേണ്ടത്. നിന്റെ മുന്നിൽ വരുമ്പോൾ പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല എന്തുകൊണ്ടാ കണ്ടവന്റെ അയൽവാസിയുടെ പെണ്ണുമ്പിള്ള തേടി പോകുന്നത്. എന്തുകൊണ്ടാ ഉസ്താദെ? എൻ്റെ ഇക്കാക്ക് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഉസ്താദെ. ഞാൻ ചിരിക്കുക. കാരണം എന്തേ? ഞാൻ ഒരിക്കലും ഭർത്താവിനെ കുറ്റം പറയൂല. ഇവള് നേരെയാകാത്തതുകൊണ്ടല്ലേ. പല പെണ്ണുങ്ങളുടെയും പരാതി ഭർത്താവിന് വേറെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടാകാനുള്ള കാരണം കണ്ടവന്റെ ഭാര്യയെ കണ്ടപ്പോൾ ആഗ്രഹം തോന്നാൻ കാരണം നീ നേരെയാകാത്തത് കൊണ്ടാ. നീ കൂറ മാക്സി ഇട്ടുകൊണ്ട് എന്തിനാ? നീ നല്ലതുപോലെ ഒരുങ്ങിക്കെട്ടി ഒരിക്കലെങ്കിലും ഒന്ന് സാരിയൊക്കെ ധരിച്ച് സ്വർണമൊക്കെ ഇട്ടുകൊണ്ട് കല്യാണ വീട്ടിൽ പോകുന്നത് പോലെ ഒരു രാത്രി നിന്റെ ഭർത്താവിന്റെ മുന്നിൽ പോ, കണ്ണും തള്ളിയിരിക്കും. അല്ലാഹു ഹൂറിലീങ്ങൾ വല്ല ഇറങ്ങിയോ? ഇതെന്റെ ആമിനാണോ, ഇതെന്റെ സുമയ്യാണോ എന്ന അത്ഭുതത്തോടു കൂടി ഭർത്താവ് തന്നെ നോക്കുക ഇതെന്താ സംഭവിച്ചതെന്ന്. അതുകൊണ്ട് ആദ്യം പോയിട്ട് പെണ്ണുമ്പിള്ളക്ക് ഇത് പറഞ്ഞു കൊടുക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറ ഈമാൻ പോയിട്ട് പറഞ്ഞുകൊട്. ഹരി, സ്വർണം ഞാൻ മേടിച്ചു എന്നത് അലമാരിക്കകത്ത് വെക്കാനല്ല, എനിക്ക് കാണണം. ഭാര്യക്ക് ഞാൻ പറയുന്നില്ല, ഭാര്യക്ക് നിങ്ങളുടെ ഭാര്യമാർക്ക് ജീൻസിന്റെ പാൻറ്റും ടീഷർട്ടും ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്ക്. നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. കൊടുത്തിട്ട് പറയണം എവിടെ ധരിക്കണം? ബെഡ്റൂമിൻ്റെ അകത്ത് വാതിലടച്ചിട്ട് ഭാര്യയോട് പറയണം നീ ധരിച്ചോ, സാരി നീ ഉടുത്തിക്കോ, എനിക്ക് കാണാനുള്ളതാണ്, ഈ നാട്ടുകാർക്കുള്ളതല്ല. നാട്ടുകാരുടെ പുറത്തിറങ്ങുമ്പോൾ നീ മറച്ചുകൊണ്ടിറങ്ങണം. ഇതിനകത്ത് അള്ളാഹു ഹലാലാക്കി. അങ്ങനെ ചെയ്യേണ്ടത്. ഇത് നേരെ തിരിച്ച് അവിടെ എല്ലാം മറച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ മറയ്ക്ക്, പുറത്തിറങ്ങിയാൽ തുറക്കും. എന്താ അവസ്ഥ? ഒന്നും പറയാൻ പറ്റത്തില്ല. ലൈവ പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പോയി കിടക്കേണ്ട വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം ക്ലിപ്പ് എവിടെ ഇറങ്ങണമെന്ന് അറിയത്തില്ലപ്പ, അതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ.
സ്നേഹിക്കണം. നമ്മൾ ഇതൊക്കെയാണ് ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത്. ഇന്നും ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ മകളുടെ ജീവിതം വളരെ പ്രയാസമാണ്, അള്ളാഹു അവർക്ക് നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ, ഒരു 5 മിനിറ്റ് മാറ്റിവെക്കണം. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുടെ പരാതി എന്തെന്നറിയോ? ഭർത്താവ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളത്. ഒരു 5 മിനിറ്റ് മാറ്റി വെക്കും മനുഷ്യ. ആ സാധുവിന് എന്താ പറയേണ്ടത് എന്നൊന്ന് കേൾക്ക്. നിങ്ങളുടെ ഭാര്യമാർക്ക് എന്തോ പറയാനുണ്ട്, ആ പറയുന്നത് എന്താണെന്ന് മൊബൈൽ ഓഫാക്കി വെച്ചിട്ട്. അതാണ് ഒരു പ്രഭാഷകൻ പറഞ്ഞെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഫോൺ ഓഫാക്കി വെച്ചിട്ട് കയറി പോകണമെന്നാണ് അയാൾ പറയണത്. ഒരു കൗൺസിൽ നടത്തുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വേണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. നിങ്ങളുടെ പരാതിയ വീട്ടിൽ കയറി ചെന്ന ഭാര്യ പരിഗണിക്കുന്നില്ല, അവളെ ദേഷ്യപ്പെടുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യോ? ഉറക്കപ്പറ ഇൻഷാ അല്ലാഹ്. എന്തേ ചെയ്യേണ്ടതെന്നറിയോ? വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക. നീ വിളിക്കണോ? വെളിയിൽ നിന്ന് വിളിച്ചോ, എത്ര നേരം വേണമെങ്കിൽ. ആരെയൊക്കെ ഫോൺ വിളിക്കാനുണ്ടോ നീ വീടിന്റെ പുറത്ത് നിന്ന്, ഗേറ്റിന്റെ പുറത്ത് നിന്ന് നാട്ടുകാരെ മുഴുവനും വിളിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ വീടിൻ്റെ അകത്ത്